ഹലോ 25/6/2025 നടന്ന ഒരു LGS ലെവൽ എക്സാമാണ് ഇന്ന് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി. അതിൽ രണ്ടാണ് ഒന്നാമത് വരുന്നത്. ഈഴവ മെമ്മോറിയൽ 1896. പിന്നീട് വരുന്നത് വൈക്കം സത്യാഗ്രഹം 1924. പിന്നീട് വരുന്ന ഗുരുവായൂർ സത്യാഗ്രഹം 1931. പാലിയം സത്യാഗ്രഹം 1947. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെങ്കിൽ സി ശങ്കരൻ നായർ. 1900 ഏത് വൈസ്രോയിയുടെ ാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിനാണ്. ഓപ്ഷൻ ബി, കഴ്സൺ പ്രഭു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന ശരിയായ ജോഡികൾ. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ് സ്വദേശ അവമാനി, കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെയാണ് ആത്മാനുതാപം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരി. സമത്വ സമാജം പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ എ, വൈകുണ്ഠസ്വാമികൾ. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്? ഓപ്ഷൻ ബി, DK കാർവേ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം? ഓപ്ഷൻ ബി, ചൗരി ചൗര സംഭവം. സന്യാസി കലാപം നടന്നത്? ഓപ്ഷൻ എ, ബംഗാൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ഓപ്ഷൻ ബി, ബോംബെ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ? ഓപ്ഷൻ സി, വില്യം ജോൺസ്. ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെൻറ്റിലെ ഏത് സഭയിലാണ്? ഓപ്ഷൻ ബി, ലോകസഭയിൽ. മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെ സമീപിക്കാൻ കഴിയുന്നത്? ഓപ്ഷൻ ബി, ഹൈക്കോടതി. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 മാറ്റിയ ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ എ, 61 ഭരണഘടനാ ഭേദഗതി. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റിൽ പെടുന്നു? 4A, കൺകറന്റ് ലിസ്റ്റ്. താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സംസ്ഥാനങ്ങളുടെ കൗൺസിലാണ് സ്ഥിരം സഭയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്? ഓപ്ഷൻ എ, 2025 മെയ് 2. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റാണ്? ഓപ്ഷൻ ഡി, JC വാൻസ്. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവഹിച്ച മലയാളിയാണ്? ഓപ്ഷൻ എ, VP മേനോൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ വൈസ് ചെയർമാൻ? ഓപ്ഷൻ ബി, ഗുൽസാലാൽ നന്ദ. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത്? പഞ്ചശീല കരാർ ഇന്ത്യയും ചൈനയും തമ്മിലാണ്. പഞ്ചശീല കരാർ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി, ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യ ഭാഷാടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം? ഓപ്ഷൻ എ, ആന്ധ്രാപ്രദേശ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റ് പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം? ഓപ്ഷൻ സി, വാരണാസി. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ? ഓപ്ഷൻ എ, V നാരായണൻ. ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി. ഹിരാക്കുഡ് മഹാനദി, ഒഡീഷ. സർദാർ സരോവർ നർമ്മദാ നദിയിലാണ്. കൃഷ്ണരാജ സാഗർ കാവേരിയിലാണ്. നിസാം സാഗർ ഗോദാവരിയിലാണ്. അപ്പം ആൻസർ സി ആണ്. 25ൻ്റെ ആൻസർ എന്താണ്? സി ആണ്. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ്? ഓപ്ഷൻ എ, അഗസ്ത്യമലയാണ്. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബാംഗങ്ങളാണ്. 27B. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ? തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈനാണ് പറയുന്നത് കൊല്ലം ചെങ്കോട്ട. ഹിമാലയ പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സി ആണ്. 1ഉം 4ഉമാണ് സവിശേഷതകളല്ലാത്തത്. മലബാറിലെ ആദ്യത്തെ ഡീസൽ നിലയം ഏതാണ്? ഓപ്ഷൻ എ, ബ്രഹ്മപുരമാണ്. 2027 ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഓപ്ഷൻ എ, സൗദി അറേബ്യ.
കേരളത്തിൽ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1. പാമ്പാടും ഷോലെ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ്. 2. മതികെട്ടാം ഷോലെ എന്ന് പറയുന്നത് 2003 ദേശീയോദ്യാനമായി. ഇരവികുളം എന്ന് പറയുന്നത് നീലഗിരി താറ് കാണപ്പെടുന്നു. 4. സൈലന്റ് വാലി എന്ന് പറയുന്ന നീലഗിരി കുന്നുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലോകത്തിലെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാതങ്ങൾ. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്ന പ്രാദേശികവാതമായ ഉഷ്ണക്കാറ്റിന് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ലോ. 34 എന്ന് പറയുന്നത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 35 എന്ന് പറയുന്നത് കെ സ്മാർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട്. നെല്ലിക്കമ്പട്ടി ഗെയിം സാഞ്ചുറി എന്ന ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഓപ്ഷൻ ബി പെരിയാർ ടൈഗർ റിസർവ് ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് പുല്ലമ്പാറ. ഓപ്ഷൻ ഡി. കുങ്കുമപ്പൂ കൃഷിയുടെ ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണാണ് കരേവാസ് മണ്ണ്. ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഓപ്ഷൻ സി മഴനിഴൽ പ്രദേശങ്ങളെന്നാണ്. വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായവ തിരിച്ചറിയുക. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ഓപ്പറേഷൻ ബ്രഹ്മ മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്ന് അറിയപ്പെടുന്നതുമായ തുറമുഖം ഓപ്ഷൻ ഡി നീണ്ടകരയാണ്. കേരളത്തിൽ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ 3ഉം 4ഉമാണ്. സൈലന്റ് വാലി എന്താണ്? ഒരു ഉഷ്ണമേഖല നിത്യഹരിത വനമാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ്. ഇനി 44 കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ്. പുനലൂർ തൂക്കുപാലം കൊല്ലം ജില്ലയിൽ. വാഗൺ ട്രാജഡി നടന്നത് മലപ്പുറത്താണ്. അപ്പോൾ 44ൻ്റെ ആൻസർ സി ആണ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2ഉം 4ഉമാണ് ശരി. ബൂവർ യുദ്ധം നടന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. രക്തരഹിത വിപ്ലവം നടന്നത് ഇംഗ്ലണ്ടിലാണ്. കോഴിക്കടലിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള സംസ്കൃത സന്ദേശകാവ്യമാണ് ഓപ്ഷൻ ഡി കോകില സന്ദേശം എന്നറിയപ്പെടുന്നത്. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകൾ ആണ് ചുവടെ ചേർത്തിരിക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമപ്പെടുത്തുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള. 1ഉം 4ഉം 6ഉമാണ് തെറ്റ്. 2025 മാർച്ചിൽ അന്തരിച്ച വാൽകിൽമർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ചലച്ചിത്ര രംഗം. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ ഡി സാറ ജോസഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഓപ്ഷൻ ബി ഒഡീഷ. സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ഓപ്ഷൻ ബി ശാസ്താംപാറ. കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻ സി ഫംഗസ്. നാഗപതിവയ്ക്കൽ നടക്കുന്ന സസ്യത്തിന് ഉദാഹരണം ഓപ്ഷൻ ഡി കുരുമുളക്. അടുത്തൊരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യ ശരീരത്തിൽ ആർദ്ര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് ആണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം, തിരുവനന്തപുരം. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ സി. സിംല കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് സിംല കരാർ. 58A യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കലാരൂപം എന്ന് പറയുന്നത് കൂടിയാട്ടമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ.
കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ എ 2ഉം 4ഉമാണ് ശരി. 2 വാഹനങ്ങളുടെ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്ന കോൺവെക്സ് ലെൻസാണ്. അതുപോലെ പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായിട്ടുള്ളത് യോജിച്ചത്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ജെ തോംസണാണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡും. ന്യൂട്രോൺ കണ്ടുപിടിച്ച ആളാണ് ജെയിംസ് ചാഡ്വിക്ക്. അപ്പം 61ൻ്റെ ആൻസർ ബി ആണ്. 61 ഓപ്ഷൻ ബി. താഴെ പറയുന്ന പദാർത്ഥങ്ങൾ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കുന്നത്? 62 ഓപ്ഷൻ സി കലാമിൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു? ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. മാസ് നമ്പർ 1 ആണ്. ഹെൻറി കാവൻഡിഷാണ് ഈ മൂലകം കണ്ടെത്തിയത്. ഓപ്ഷൻ ബി ഹൈഡ്രജൻ. താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 64 ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. 2021 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് കണ്ടുപിടുത്തത്തിനാണ്? രസതന്ത്രത്തിലെ നോബൽ സമ്മാനം കിട്ടിയത് ഏത് കണ്ടുപിടുത്തത്തിനാണ്? 65 ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട്സ്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി സമീർ വി കാമത്ത്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്? അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ സി പ്രോട്ടോസോവ. വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? വൈഡാൽ ടെസ്റ്റ് ഓപ്ഷൻ ബി സാൽമണല്ല ടൈഫി. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏത്? രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? ഓപ്ഷൻ സി മോണോസൈറ്റ് ആണ്. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം? ഓപ്ഷൻ ഡി 0.8 സെക്കൻഡ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേര് ലെപ്റ്റോസ്പൈറ. ഇതെന്നലെ നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തതാണ്. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് വരുമെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇതും ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഉള്ളതായിരുന്നു. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ? ഓപ്ഷൻ ഡി BCG. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ്? ഓപ്ഷൻ ബി 9 to 11 mg. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്തരപാളി ഏതാണ്? ഓപ്ഷൻ സി മെനിഞ്ചസ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം? ഓപ്ഷൻ ഡി ജീവകം K. ലോക പ്രകൃതി സംരക്ഷണ ദിനം? ഓപ്ഷൻ സി ജൂലൈ 28. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ്? ഓപ്ഷൻ ബി മിഠായി. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിനു കാരണമാകുന്ന രോഗകാരി ഏത്? ഓപ്ഷൻ സി നെഗ്ലേരിയ ഫൈലേരി. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ഓപ്ഷൻ എ ആശാധാര. അപ്പം ഇന്നൊരു ക്വസ്റ്റ്യൻ കൊണ്ട് ഡിസ്കസ് ചെയ്തു. ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.